ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ കാനത്തിൽ ജമീല എംഎൽഎക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നാളെ. കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ 2 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തി. കണ്ണൂർ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ കേന്ദ്ര സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കും സ്കോളർഷിപ്പ് നൽകുന്ന കണക്ട് ടു വർക്ക് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ 22 നിരീക്ഷകരെ കൂടി നിയോഗിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമീണ മേഖലയിലെ ഗുണഭോക്താക്കളുടെ അടിസ്ഥാന പണമിടപാടുകൾ സുഗമമാക്കുന്നതിന് രാജ്യത്തുടനീളം 887 ATMകൾ സജ്ജമാക്കി തപാൽ വകുപ്പ്. ഇന്ത്യ ന്യൂസിലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നാഗ്പൂരിൽ. വാർത്തകൾ വിശദമായി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ദിവസം കാനത്തിൽ ജമീല എംഎൽഎക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ. കേരള സമൂഹത്തിനാകെയും പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനത്തിനും നികത്താനാകാത്ത നഷ്ടമാണ് കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഭയിൽ എല്ലായ്പ്പോഴും ജനാധിപത്യ ബോധവും മതേതര നിലപാടും പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീലയെന്ന് കെ ബാബു എംഎൽഎ അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ത്രീകളുടെ സ്വരം ഉയർത്തുന്നതിൽ ശ്രദ്ധിച്ച നേതാവായിരുന്നു കാനത്തിൽ ജമീല എന്ന് സ്പീക്കർ എൻ ഷംസീർ അനുസ്മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കും. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അത്വാലെ 2 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കണ്ണൂർ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ കേന്ദ്ര സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക നേതാക്കളുമായുള്ള മുഖാമുഖം പരിപാടിയിലും പങ്കെടുക്കുന്ന അദ്ദേഹം വൈകിട്ട് ഡോക്ടർ രാജീവ് മേനോൻ ട്രോഫിക്കായുള്ള ദേശീയ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹത്തിന് റോഡ് ഷോ അടക്കം വൻ സ്വീകരണമാണ് ഒരുക്കുന്നതെന്ന് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചു. പുത്തരിക്കണ്ടം മൈതാനത്ത് വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് മേയർ VV രാജേഷിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറും. സംസ്ഥാന സർക്കാരിന്റെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, നൈപുണ്യ പരിശീലനം നടത്തുന്നവർ എന്നിവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ് കണക്ട് ടു വർക്ക് പദ്ധതി. തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിലുള്ള നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. SIRുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ 22 നിരീക്ഷകരെ കൂടി നിയോഗിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതുതായി നിയോഗിക്കപ്പെട്ട നിരീക്ഷകരിൽ 11 പേർ പശ്ചിമബംഗാളിലാണ്. ഇതോടെ പശ്ചിമബംഗാളിൽ ആകെ നിരീക്ഷകരുടെ എണ്ണം 20ആയി. യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്നും അനർഹരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും നിരീക്ഷകർ ഉറപ്പാക്കും. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിന് നേതാക്കളെ പ്രഖ്യാപിച്ച് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ചുമതല വിനോദ് തവ്ഡേക്കും സഹചുമതല ശോഭാ കരന്തലാജയ്ക്കുമാണ് നൽകിയത്. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് കഴിഞ്ഞു. ഗതാഗത കണക്ടിവിറ്റി, ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാവസായിക വികസനം, നഗര ആസ്തികൾ തുടങ്ങിയവയുടെ ശാക്തീകരണം ഉറപ്പാക്കി ദേശീയ അടിസ്ഥാന സൌകര്യ വളർച്ചയിൽ ഗുജറാത്തിന്റെ മുന്നേറ്റം തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രഗതിക്ക് കീഴിൽ 20ലധികം മേഖലകളിലായി 12.61 ലക്ഷം കോടി രൂപയുടെ 206 പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ഇതിൽ 3.72 ലക്ഷം കോടി രൂപയുടെ 44 പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. 87 പദ്ധതികൾ ഇതിനകം കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. 119 പദ്ധതികൾ പുരോഗമിക്കുകയാണ്. റോഡ്, ഹൈവേ ഗതാഗതം, എണ്ണ, വാതകം, റെയിൽവേ എന്നീ മേഖലകളിലായാണ് പദ്ധതികളുടെ നിർവഹണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് 887 ATMകൾ സജ്ജമാക്കി തപാൽ വകുപ്പ്. പണം പിൻവലിക്കൽ, അക്കൌണ്ട് ബാലൻസ് പരിശോധന ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന ഇടപാടുകൾക്ക് ഈ ATMകൾ ഉപയോഗപ്പെടുത്താനാവുന്നതാണെന്ന് കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചു.
ഗ്രാമീണ മേഖലയിലെ ഗുണഭോക്താക്കൾക്കും ഈ സൌകര്യം ഏറെ പ്രയോജനപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം അനുവദിച്ചു. പോറ്റിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ജാമ്യം ലഭിച്ചത്. സാങ്കേതികമായി ജാമ്യം ലഭിച്ചെങ്കിലും കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പോറ്റിക്ക് പുറത്തിറങ്ങാനാകില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിച്ചു. അറസ്റ്റ് ചെയ്ത് 90 ദിവസം ഇന്നലെ പൂർത്തിയാകുകയും ഇതുവരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. സാമൂഹ്യനീതി വകുപ്പിന്റെ സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറന്റ് സമാപന സമ്മേളനം ഉച്ചയ്ക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തിയ കായിക മത്സരങ്ങളിലെ വിജയികൾക്ക് മന്ത്രി ആർ ബിന്ദു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 300ഓളം ഭിന്നശേഷിക്കാർ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന വീടിന് മുകളിലേക്ക് മരം തള്ളിമറിച്ചിട്ടു. ചുള്ളിക്കണ്ടത്ത് ജോണിയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. വീട്ടുകാർ ബന്ധുവീട്ടിലായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഫെൻസിംഗ് തകർത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പുലർച്ചെയോടെയാണ് നാശം വിതച്ചത്. വീട്ടുടമസ്ഥ ആനീസിന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് കുടുംബം രാത്രി മാറി താമസിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. നേരത്തെ ഇതേ സ്ഥലത്ത് ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് പരാതി. വനംവകുപ്പും നാട്ടുകാർ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ച ഫെൻസിംഗ് പോലും മറികടന്നാണ് ആനകൾ എത്തുന്നത്. വീട് തകർത്ത സംഭവത്തോടെ വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങിയാണ് മുള്ളരിങ്ങ നിവാസികൾ. ഇന്ത്യ ന്യൂസിലാൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം വൈകുന്നേരം 7 മണിക്ക് നാഗ്പൂരിൽ നടക്കും. അടുത്ത മാസമാണ് ICC പുരുഷ T20 ലോകകപ്പ് നടക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 732 പോയിന്റ് താഴ്ന്ന് 81,488-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 204 പോയിന്റ് ഇടിഞ്ഞ് 25,023-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വൻ വർധന. ഇന്ന് 2 തവണ വിലയുയർന്നു. ഗ്രാമിന് 685 രൂപ വർദ്ധിച്ച് 14,415 രൂപയും പവന് 5,480 രൂപ വർദ്ധിച്ച് 1,15,320 രൂപയുമാണ് ഇന്നത്തെ വില. മഹാമാഘ മഹോത്സവം നടക്കുന്ന തിരുനാവായയിലേക്കുള്ള മഹാമല രഥയാത്ര ഇന്ന് രാവിലെ പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് പുനരാരംഭിച്ചു. രഥയാത്ര നാളെ തിരുനാവായയിൽ എത്തിച്ചേരും. തിങ്കളാഴ്ച ആരംഭിച്ച മേള ഫെബ്രുവരി 3 അവസാനിക്കും. നാസ ബഹിരാകാശ ഏജൻസിയിൽ നിന്നും പ്രമുഖ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് വിരമിച്ചു. 27 വർഷത്തെ വിശിഷ്ട സേവനത്തിന് ശേഷമാണ് വിരമിക്കൽ. കഴിഞ്ഞ മാസം 27-ന് വിരമിക്കൽ പ്രാബല്യത്തിൽ വന്നതായി ഇന്ന് രാവിലെയാണ് നാസ ഔദ്യോഗികമായി അറിയിച്ചത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 3 ദൌത്യങ്ങളിലായി 608 ദിവസങ്ങൾ ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സഹപാഠിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. എറണാകുളം ഇടുക്കി അതിർത്തിയിൽ പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. കലൂർ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഹപാഠിയെ മർദ്ദിച്ചത്. ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം പോലീസ് ഒത്തുതീർപ്പാക്കിയിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജുവനൈൽ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. 79ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അസമിൽ തുടക്കമാകും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 12 ടീമുകളെ 6 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകളായാണ് തിരിച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനായി കേരള ഫുട്ബോൾ ടീം അസമിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ കാനത്തിൽ ജമീല MLAക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നാളെ. കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ 2 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തി. കണ്ണൂർ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ കേന്ദ്ര സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കും സ്കോളർഷിപ്പ് നൽകുന്ന കണക്ട് വർക്ക് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ 22 നിരീക്ഷകരെ കൂടി നിയോഗിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമീണ മേഖലയിലെ ഗുണഭോക്താക്കളുടെ അടിസ്ഥാന പണമിടപാടുകൾ സുഗമമാക്കുന്നതിന് രാജ്യത്തുടനീളം 887 ATMകൾ സജ്ജമാക്കി തപാൽ വകുപ്പ്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നാഗ്പൂരിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.